കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് ശമനമില്ല. ദുരിതപ്പെയ്ത്ത് തുടരുന്നു. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. ഏത് അടിയന്തര സാഹചര്യം നേരിടുവാനും സജ്ജമെന്ന് ജില്ലാ ഭരണകൂടം. ജി-ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും 2024 ഏപ്രിൽ 4 മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ. കോൺടാക്ട് 77361 00443. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. തീരദേശത്തും കിഴക്കൻ മലയോരത്തുമാണ് മഴയിൽ വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായത്. മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമായിരുന്നു നഷ്ടങ്ങളേറെയും. പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ്. രാവിലെ 7:30ഓടെയുണ്ടായ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കാസർഗോഡ് കയ്യൂർ ഞണ്ടാടിയിൽ വ്യാപകമായ നാശനഷ്ടമാണുണ്ടായത്. മരങ്ങളും വൈദ്യുതി തൂണുകളും ഇവിടെ കടപുഴകി വീണു. തെങ്ങ്, കവുങ്ങ്, റബ്ബർ, മാവ് ഉൾപ്പെടെയുള്ളവ കടപുഴകി വീണ് വലിയ രീതിയിലുള്ള കൃഷിനാശമാണുണ്ടായത്. മരം വീണ് പ്രദേശവാസിയായ രവീന്ദ്രന്റെ വീട് ഭാഗികമായി തകരുകയും ചെയ്തു. ശക്തമായ കാറ്റിലും മഴയിലും പുല്ലൂർ വണ്ണാൻ വയലിൽ വീട് തകർന്നു. പ്രദേശത്തെ അമ്മാളു അമ്മയുടെ വീടാണ് തെങ്ങ് വീണ് തകർന്നത്. തിങ്കളാഴ്ച രാത്രി 10:30ഓടെയായിരുന്നു അപകടം. വീട്ടിനകത്തുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കനത്ത മഴയിൽ മൊഗ്രാൽ വില്ലേജിൽ വീട് തകർന്നു. മുഹമ്മദിന്റെ ഭാര്യ ബി ഫാത്തിമയുടെ ഓടുമേഞ്ഞ വീടാണ് വൈകുന്നേരം കനത്ത മഴയിൽ തകർന്നത്. അപകടത്തിൽ ആളപായമില്ല. വീട്ടുകാർ തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് മാറി താമസിച്ചു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ക്ലായിക്കോട് വില്ലേജിലെ എം മീനാക്ഷിയുടെ വീടും കാലവർഷക്കെടുതിയിൽ തകർന്നു. കനത്ത മഴയും കാറ്റും ചെറുവത്തൂർ മേഖലയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ചെറുവത്തൂർ RTO ചെക്ക് പോസ്റ്റിന് സമീപത്ത് വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചിറവങ്ങാട് മധുവിന്റെ വീട്ടിലെ കിണറാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഇടിഞ്ഞു താഴുന്നത്. തൊട്ടടുത്ത മയ്യിച്ചയിൽ ശക്തമായ കാറ്റിലും മഴയിലും MV ശ്രീകണ്ഠന്റെ വീടിന് മുകളിലേക്ക് തേക്ക് മരം കടപുഴകി വീണു. വീട്ടുകാർ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. മേൽക്കൂരയിലെ ഓടുകളും കഴുക്കോലുകളും തകർന്നു. തിങ്കളാഴ്ചയാണ് അപകടമുണ്ടായത്. തെങ്ങുകൾ കടപുഴകി വീണും വാഴകൾ ഒടിഞ്ഞു വീണും നിരവധി സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള കൃഷിനാശവും സംഭവിച്ചു. മഞ്ചേശ്വരം, ചെറുവത്തൂർ എന്നീ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.